ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്നലെ നല്ല അടിപൊളി ചട്ടിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഞാനിതൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ഉമ്മ ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഉമ്മ അങ്ങനെ എപ്പോഴെങ്കിലും വന്നിട്ട് നിൽക്കലില്ലോ. അപ്പോൾ അതുകൊണ്ട് ഉമ്മ ഇല്ല സമയത്ത് തന്നെ നല്ല സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ നല്ല ആവോലിയും നല്ല ചെമ്മീനും കിട്ടിയിട്ടുണ്ട്. പിന്നെ കണ്ടെത്തുന്ന കുറേ പച്ചക്കറികളും കൊണ്ടുവന്നിട്ടുണ്ട്. ചീരയും താരാബിരിക്കും പിന്നെ കക്കിരി അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചട്ടിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ആദ്യം തന്നെ ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അരിയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി അത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അതിനുശേഷം ഞാൻ നേരെ മീൻ വൃത്തിയാക്കാനാണ് പോയത്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് മാറ്റി വെച്ച കുറച്ച് വെജിറ്റബിൾസാണ് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പച്ചക്കറിക്കൊക്കെ വേണ്ടിയിട്ട് 2 തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അവിയലും കക്കിരിക്ക വെച്ചിട്ടില്ല പച്ചടിയും പിന്നെ ചീരൻ്റെ വറവും പിന്നെ താരാബിരിക്കയിൽ ചെമ്മീൻ ഇട്ടിട്ട് വെക്കുന്ന ഒരു സ്പെഷ്യൽ കറിയാണ്. എല്ലായിടത്തും ഇതിങ്ങനെ ഉണ്ടാക്കലുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ വീട്ടിലെല്ലാം മുമ്പേ ഉണ്ടാക്കലുണ്ട്. നല്ല ടേസ്റ്റാണ് താരാബിരിക്കയിൽ ചെമ്മീൻ ഇട്ടിട്ടാകുമ്പം. പിന്നെ ഇതിന് താരാബിരിക്ക, ഞരമ്പൻ, പിന്നെ എന്തൊക്കെയോ പറയലുണ്ട്. ഓരോ നാട്ടിൽ ഓരോന്നാണ് പറയൽ. അപ്പോൾ നമ്മൾ താരാബിരിക്കയെന്നാണ് പറയൽ ഇതിനെ. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ടുള്ള ഒരു ചട്ടിച്ചോറാട്ടം ഉണ്ടാക്കുന്നത്. പിന്നെ ആവോലി പൊരിച്ചിട്ടും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനാണ് പ്ലാന്. അപ്പോൾ എല്ലാ വെജീസിൻ്റെയും തൊലി കളഞ്ഞിട്ട് ഒരുമിച്ച് തന്നെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കറി ഉണ്ടാക്കുമ്പം ഓരോന്നായി എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഫിഷ് ഞാൻ ചെമ്മീനും ആവോലിയൊക്കെ പുറത്ത് കൊണ്ടുപോയി ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് മുളക് പരട്ടിയിട്ട് അതും മാറ്റി വെക്കണം. ചെമ്മീൻ താരാബിരിക്കയിൽ ഇടാനാണ്, ആവോലി പൊരിക്കാനാണ്. അപ്പോൾ ആവോലിയിലേക്ക് ആദ്യം ഞാൻ കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞളും തേച്ചിട്ട് അവിടെ വെക്കാനാണ്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയം കൊണ്ട് അത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് വരും. അപ്പോൾ അതിന് ശേഷം അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പണിയൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഫിഷൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ സമയം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളരിക്ക് പകരം കക്കിരിയാണ് എടുക്കുന്നത് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സാധാരണ വെള്ളരിയാണ് ഉപയോഗിക്കൽ, കക്കിരിക്ക വെച്ചിട്ടും ചെയ്തെടുക്കലുണ്ട്. അപ്പോൾ ഞാൻ വെള്ളരിയല്ല, ഇത് കക്കിരിക്കയാണ്. പിന്നെ കുറച്ച് അധികം വലുതായിട്ട് കുറച്ച് മൂത്ത കക്കിരിക്കയാണ്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവിയലും പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 2 മുറി തേങ്ങ, ഒരു തേങ്ങ തന്നെ അത് ഫുള്ളും ചരച്ചിട്ട് ഇങ്ങനെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഉള്ളിയും പിന്നെ കുറച്ച് ജീരകം, വലിയ ജീരകവും ചെറിയ ജീരകവും മിക്സ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അതും മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 കറിക്കും വേണ്ടിയിട്ടുള്ള അരവാണ്. അപ്പോൾ ഇത് ഞാൻ അവിയലും പിന്നെ പച്ചടിയും ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യം. അപ്പോൾ ഇതുപോലത്തെ 2 ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ആദ്യം പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നിലേക്ക് പച്ചടീൻ്റെ കക്കിരിയും മറ്റേലേക്ക്
വെജിറ്റബിൾസും ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് അത് കുക്കായി കിട്ടും. അതിനുശേഷം ഇതിലേക്ക് പിന്നെ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ഇതൊന്ന് നല്ല വെന്ത് കുക്കായി വന്ന ശേഷം ഉപ്പൊക്കെ നോക്കി അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആ 2 കറിയും റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങ അരക്കുമ്പം അതിലേക്ക് ഞാൻ ചെറിയ ജീരകവും വലിയ ജീരകവും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ വലിയ ജീരകവും ചെറിയ ജീരകവും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുന്ന വീഡിയോ മിസ്സായി, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നുള്ളത്. അപ്പം ഇതൊക്കെ കുക്കാവുന്ന സമയത്തേക്ക് ഞാൻ ചീരയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചീര നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചീര തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഇത് ചെയ്തതുപോലെ തന്നെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്ത ചീരയും ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് അത് അടച്ചു വെക്കുക. ചെറിയ തീയിൽ അത് അവിടെ നിന്ന് അങ്ങനെ കുക്കായിക്കോളും. നല്ല അടിപൊളി ടേസ്റ്റി ചീരക്കറിയാണ്. അപ്പോൾ ഇവിടെ അവിയലിൻ്റെയും പിന്നെ പച്ചടിൻ്റെയും വെജീസ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് കട്ട് ചെയ്തിട്ട് ഒരേ സമയത്ത് തന്നെ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് പണി ഒരുങ്ങി കിട്ടുന്നുണ്ട്. എല്ലാം റെഡിയാക്കിയിട്ട് 4-5 അടുപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഓരോന്നിലും ഓരോ പാത്രം വെച്ച് ചെയ്തെടുക്കുമ്പം പെട്ടെന്ന് പണികളൊക്കെ തീർന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീര തോരൻ വെക്കാനുള്ള പാത്രം ചൂടായി വന്ന് എണ്ണ ചൂടായി വന്ന് ഇനി ഇതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചീരയും ഇട്ടുകൊടുത്ത് കട്ട് ചെയ്ത ചീരയും ഇട്ടുകൊടുത്ത് പിന്നെ ഉപ്പും തേങ്ങയും ഇട്ടുകൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചീര തോരനാണ്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലുള്ള അവിയലിൻ്റെ തേങ്ങ ഒഴിച്ചിട്ട് അതും നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അടിപൊളി അവിയലും പച്ചടി റെഡിയായി. അപ്പം 3 കറി ഇപ്പോൾ റെഡിയാക്കിയെടുത്ത് ഇനി മീൻ പൊരിക്കാനും ആവോലി പൊരിക്കാനും പിന്നെ താരാപിരിക്കുകയും ചെമ്മീനിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയെടുക്കാനുള്ളത്. അപ്പോൾ അതും കൂടി ചെയ്തെടുക്കുന്നത് കാണിക്കാം. ഇനിയിപ്പോൾ താരാപിരിക്ക കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താരാപിരിക്കൊക്കെ നല്ലോണം കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് വരുന്ന ആ ഒരു തൊലിയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതൊക്കെ കളയണം ഇത് കറി വെക്കുമ്പം. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഉള്ളിയും ഒരു ചെറിയ തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള ചെമ്മീനും നല്ലോണം കഴുകി വൃത്തിയാക്കി അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെയുള്ള പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മീൻ പൊരിക്കാൻ ഇട്ട് കൊടുക്കുക. മീൻ പൊരിക്കുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതവിടെ അങ്ങനെ പൊരിഞ്ഞോട്ടെ. ഇനിയിപ്പോൾ താരാപിരിക്കൻ്റെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചട്ടി ആച്ചിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നേരത്തെ കട്ട് ചെയ്ത് താരാപിരിക്കയും ഉള്ളിയും തക്കാളിയും എല്ലാം മിക്സാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും തേങ്ങയും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ചെമ്മീനും ചേർത്ത് കൊടുത്തിട്ട് ചെമ്മീനും ചെറിയ വേവലുള്ളൂ, അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് കൂടി കുക്കാക്കി എടുക്കുന്നുണ്ട്. അപ്പം പിന്നെ കറി റെഡിയായി. അത് നല്ലോണം തിളച്ച് വരുന്ന സമയത്തേക്ക് കറി റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ താരാപിരിക്ക കറിയും റെഡിയാക്കി എടുക്കുന്നുണ്ട്.
ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് വേണ്ടതെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, തരാബിരിക്കയിൽ തന്നെ വെള്ളം വരും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി ഡ്രൈ ആയിട്ട് വേണ്ടതെങ്കിൽ. ഇപ്പം ഞാൻ കുറച്ചൊന്ന് കറി ടൈപ്പിലാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി കറിയും കൂടിയാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവർ ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചെമ്മീനിട്ടിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന് വരുന്നത്. ഇത് നമുക്ക് പിന്നെ രാത്രി പത്തിരി ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ എല്ലാ കറികളും റെഡിയായി. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണക്ക ചെമ്മീനും തേങ്ങയും കൂടിയിട്ട് ഉണ്ടാക്കുന്ന ചമ്മന്തി. അപ്പോൾ അതും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ എല്ലാം പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വിട്ടുപോയതാണ്. പിന്നെ അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് ഇനി ചട്ടിയിലേക്ക് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ ചട്ടിൻ്റെ അടിഭാഗത്ത് ഞാൻ ആദ്യം ഒരു വാഴൻ്റെ ഇല ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നല്ല ചൂട് ചോറ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല അടിപൊളി സ്മെല്ലാണ് വാഴൻ്റെ ഇലൻ്റെ മുകളിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുമ്പോൾ. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കറികൾ ഇങ്ങനെ ഓരോന്നോരോന്നായി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ചധികം ചോറ് ഇടുന്നുണ്ട്. ഇതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടല്ല, ഇപ്പോൾ കഴിക്കാൻ ഞാനും ഉമ്മാവും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുമ്പം ചട്ടി നല്ല വലിയ ചട്ടിയാണ്. പിന്നെ ഞാൻ ഈ ചട്ടിച്ചോറ് ഉണ്ടാക്കാനായിട്ട് വാങ്ങിയ ചട്ടിയൊന്നുമല്ല, കറി വെക്കുന്ന ചട്ടിയാണ്. അപ്പോൾ അതിലേക്കാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ചോറ് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങൾ രണ്ടാളും പാർട്ടിഷനാക്കി കഴിച്ചതാണ്. പിന്നെ ഇതാ കറികളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം പിന്നെ ചെമ്മീനും താരാബിരിക്കയും കറി ഇട്ട് കൊടുത്ത്, പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അവിയലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇന്ന കറിയൊന്നും ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല, ഞാൻ വെറുതെ വീഡിയോയിൽ കാണുന്നത് പോലെ പറഞ്ഞതാണ്. അപ്പോൾ അവിയൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചീര തോരനാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പച്ചടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് മീൻ പൊരിച്ചത് വെച്ച് കൊടുക്കുന്നുണ്ട്. പപ്പടം കാച്ചിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തി ഇല്ല, അതും കൂടി നല്ലൊരു ഉരുളയായിട്ട് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണക്ക ചെമ്മീനും അരിച്ചെമ്മീൻ എന്നാണ് ഞങ്ങൾ പറയൽ, അതും തേങ്ങയും ഒന്ന് അടുപ്പത്തിട്ട് വറുത്തിട്ട് ഒരു പാൻ വെച്ച് അതിലിട്ട് വറുത്തിട്ട് പിന്നെ കുറച്ച് പുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. ഒരു ചെറിയൊരു കഷ്ണം മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുത്തതാണ് ചമ്മന്തി. അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റി ചട്ടിച്ചോറ് റെഡിയാക്കി ഞാൻ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് അച്ചാറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാനൊരു വാഴൻ്റെ ഇലയിൽ പൊത്തി വെച്ചിട്ട് ഒരു ഏകദേശം കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മളെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. പക്ഷേ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് കഴിക്കുമ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉമ്മക്കൊക്കെ നല്ലോണം ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.